ജയ്കോ ജുവൽസ് പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. അടിയന്തര പ്രഥമ ശുശ്രൂഷ പരിശീലനം സംഘടിപ്പിച്ച JCI മൂവാറ്റുപുഴ ഇഗ്നൈറ്റ്. അടിയന്തര സാഹചര്യങ്ങളിൽ ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്ന പ്രഥമ ശുശ്രൂഷയും CPR-ഉം സംബന്ധിച്ച പ്രായോഗിക പരിശീലനം ക്ലാസിൽ നൽകി. JCI മൂവാറ്റുപുഴ ഇഗ്നൈറ്റിന്റെ ആഭിമുഖ്യത്തിൽ എമർജൻസി ഫസ്റ്റ് എയ്ഡ് ആൻഡ് CPR വിഷയത്തിൽ പ്രായോഗിക പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ഉണ്ണീസ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിശീലനം അരുൺ ജോസ് ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ രാത്രി ഒരു പനിയെ തുടർന്നുണ്ടായ ബുദ്ധിമുട്ടുകളും ആദ്യം കാർഡിയാക് ഇഷ്യൂ ആണോ എന്ന് ഞങ്ങൾ സംശയിക്കുകയും അതിനെ തുടർന്ന് വളരെ വേഗത്തിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ആ പോകുന്ന വഴിക്ക് ഞാൻ ആലോചിക്കുകയാണ് ചെയ്തത്, കഴിഞ്ഞ 22 വർഷമായിട്ട് എന്റെ ഫാദർ കാർഡിയാക് പേഷ്യന്റാണ്, പക്ഷേ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ എനിക്കറിയില്ല. എന്റെ വീട്ടിൽ ഇങ്ങനെ ഇൻസിഡന്റ് ഉണ്ടായാൽ എങ്ങനെ ഹോസ്പിറ്റൽ എടുത്ത് വേഗം ഹോസ്പിറ്റലിലേക്ക് ഓടുക എന്നതല്ലാതെ അതിൽ കഴിഞ്ഞൊന്നും എനിക്കറിയില്ല. ഈ ഒരു സിറ്റുവേഷൻ എന്നെ ഇന്നത്തെ ദിവസം വീണ്ടും പലവട്ടം ആലോചിപ്പിക്കുകയുണ്ടായി. എല്ലാ മനുഷ്യനും അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണത്. വീഡിയോകളിൽ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത് എങ്ങനെ എന്ന കാര്യത്തിൽ ഒരു ധാരണയുമില്ല. അപ്പോൾ ഇനി എന്താണെങ്കിലും ഈ ഒരു അവസരം മിസ്സാകരുതെന്ന് മനസ്സിലുണ്ടായിരുന്നു. അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും പ്രയോജനകരമായ പരിശീലനത്തിന് നിർമ്മല മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ ടോംലിൻ TT നേതൃത്വം നൽകി. പരിപാടിയിൽ അടിയന്തര സാഹചര്യങ്ങളിൽ ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്ന പ്രഥമ ശുശ്രൂഷയും CPR-ഉം സംബന്ധിച്ച പ്രായോഗിക പരിശീലനം നൽകി. എല്ലാവർക്കും കാർഡിയാക് CPR കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാവർക്കും CPR കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ടാമത്തെ കാര്യം. കുഴഞ്ഞു വീഴുന്ന എല്ലാ പേഷ്യന്റിനും ചിലപ്പോൾ CPR കൊടുക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ തലയിറങ്ങി വീണപ്പോൾ ഒരു ഫ്രാക്ഷൻ സെക്കൻഡിൽ ബോധം പോകുന്നതായിരിക്കും. ചിലപ്പോൾ തട്ടി പിടിച്ച് ചിലപ്പോൾ ഒരു കണ്ണു തുറക്കും അല്ലേ? അപ്പൊ അവരെന്ന് നമ്മൾ നോക്കിയിട്ട് അവർക്ക് എന്താ വേണ്ടത് ആ സപ്പോർട്ടീവ് കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുമ്പോൾ നമ്മൾ എടുത്ത് ചാടി പോയി ചെയ്യുന്നതിന് അതിനൊരു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കട്ടെ, നമുക്ക് കൈ എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കും. കൈ ഇങ്ങനെ മടക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഏത് കൈയാണോ കൂടുതൽ ഏതാണ് ഉപയോഗിക്കാം. ചിലർക്ക് പലതായിരിക്കും, ചിലർക്ക് എങ്ങനെയാണെങ്കിലും ഒരു കൈ അതിന്റെ ഹീല നമ്മൾ ഉപയോഗിക്കുന്ന കേട്ടോ. കൈ തണ്ട ഉപയോഗിക്കുക, ഫുള്ളായിട്ട് കൈ നോക്കില്ല, കൈ തണ്ട നോസ് ഒന്ന് പിൻ ചെയ്തിട്ട് 2 വട്ടം നോക്കിയിട്ടുണ്ട്. പേഷ്യന്റെ പൾസ് കിട്ടുന്നത് വരെ നമ്മൾ CPR പൾസ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി പ്രൊസീജിയർ ചെയ്യുള്ളൂ. ഇവിടുന്ന് കൈ നോക്കരുത്, കൈ വെച്ച് ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെയുള്ള അവസ്ഥ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരോട് ചുമക്കാൻ പറയും. ഭയങ്കരമായിട്ട് നമ്മളൊന്ന് അവരോട് പ്രോത്സാഹിപ്പിക്കുക, ചുമക്കാം. ചിലപ്പോൾ തന്നെ തള്ളി വരും. ഒന്നും വരുന്നില്ല എങ്കിൽ മാത്രം നമ്മൾ ഇങ്ങനെയുള്ള ആൾ നിൽക്കുക, കാല് ഫ്രണ്ടിൽ വെക്കുക, ഒരു കാല് കാലിന്റെ ഭാഗമുണ്ടല്ലോ അവിടെ ഒരു കൈ വെക്കുക, കുറയുന്നു നമ്മൾ വേറെ കൈ ഇങ്ങനെ വെക്കുക, പുഷ് കൊടുക്കുക, മാക്സിമം JCI മൂവാറ്റുപുഴ ഇഗ്നൈറ്റ് പ്രസിഡന്റ് ദിനൂപ് ശങ്കർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സാമൂഹിക പ്രതിബദ്ധതയുള്ള പരിശീലന പരിപാടികൾ തുടർന്നും സംഘടിപ്പിക്കുമെന്ന് JCI മൂവാറ്റുപുഴ ഇഗ്നൈറ്റ് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.